അസ്സലാമു അലൈക്കും. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി നിർദ്ദേശങ്ങൾ. പ്രതിപക്ഷ കക്ഷികളെല്ലാം അതിനെ എതിർക്കുകയും മുസ്ലിം മതസംഘടനകൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. പാർലമെൻറ്റിനകത്തും പുറത്തും ഇപ്പോൾ അത് സംസാര വിഷയമായിട്ടുണ്ട്. എന്താണ് ഈ വിഷയമെന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന മുസ്ലിങ്ങളുടെ പൊതുവായ ഒരു കൂട്ടായ്മ ഈ ബില്ലിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് തള്ളിക്കളയണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ ഗവൺമെൻറ് ചെയ്തത് ഈ കാര്യത്തിന് വേണ്ടി ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാക്കി, JPC. എന്നിട്ട് JPC ചെയർമാൻ പത്രപരസ്യം ചെയ്തു. ഈ പരസ്യ തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ ഇതിനെക്കുറിച്ചുള്ള പരാതികൾ സമർപ്പിക്കാവുന്നതാണ് എന്ന്. ആ പരാതികൾ സ്വീകരിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 13 താനും. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ബില്ല് മുഴുവനായി പഠിക്കുകയും നിലവിലുള്ള വഖഫ് നിയമവുമായി എവിടെയെല്ലാം ഏറ്റുമുട്ടുന്നു, അതുപോലെ ഇസ്ലാമിക ശരീഅത്തുമായി എവിടെയെല്ലാം ഏറ്റുമുട്ടുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. 113 വകുപ്പുകളുള്ള ഈ ബില്ലിൽ പ്രധാനമായും 43ഓളം വകുപ്പുകൾ നിലവിലുള്ള വഖഫ് നിയമത്തിനും വഖഫ് സംബന്ധമായ ഇസ്ലാമിക നിയമത്തിനും എതിരാണെന്ന് പേഴ്സണൽ ലോ ബോർഡ് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രാഷ്ട്രീയ നേതാക്കളെയും MP-മാരെയും മുഖ്യമന്ത്രിമാരെയും ജഡ്ജിമാരെയും നിയമജ്ഞന്മാരെയും ഒക്കെ ബോധവൽക്കരണം നടത്തിയിട്ടുമുണ്ട്. അതിനു പുറമെ എല്ലാ മുസ്ലിം സംഘടനകളും സ്ഥാപനങ്ങളും പ്രമുഖ വ്യക്തികളുമൊക്കെ ഈ നിർദ്ദേശിച്ച ഈ ബിൽ തള്ളിക്കളയണമെന്ന് JPC ചെയർമാന് മെയിൽ ചെയ്യാനും അല്ലെങ്കിൽ കത്തുകൾ അയക്കാനും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വിഷയം മനസ്സിലാക്കാം. എന്താണ് വഖഫ്? വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അവരുടെ ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വത്തുക്കളോ അവരുടെ പണമോ അവരുടെ വസ്തുക്കളോ നീക്കിവെക്കുന്നതാണ് വഖഫ്. അങ്ങനെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് എ വഖഫ് ആൾവേസ് വഖഫ് എന്നാണ് വഖഫ് നിയമത്തിലുള്ളത്. ഒരിക്കൽ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാലാകാലം വഖഫാണ് എന്നാണ്. ആ വഖഫ് ചെയ്ത ആൾക്കോ അയാളുടെ അനന്തരാവകാശികൾക്കോ പിന്നെ ആ സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടാവുകയില്ല എന്നാണ്. സമാന്തരമായ ചില പുണ്യകർമ്മങ്ങൾ ഇതുപോലെ മറ്റ് മതവിശ്വാസികൾക്കുമുണ്ട്. ഹിന്ദു മതവിശ്വാസികൾക്കും ക്രിസ്തു മതവിശ്വാസികൾക്കും സിഖ് മതവിശ്വാസികൾക്കും മറ്റെല്ലാം തന്നെ ഇതുപോലെ ദൈവപ്രീതിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സ്വത്തുക്കൾ, അങ്ങനെയുള്ള രീതികളും സമ്പ്രദായങ്ങളുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1913 മുതൽ ചില ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കുവാൻ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ് അതിലുള്ളത്. അതിൽ പിന്നെ വിവിധ കാലഘട്ടങ്ങളിൽ വഖഫിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പരിഷ്കരണങ്ങളും വന്നിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ 1954 വഖഫ് നിയമങ്ങൾ ഉണ്ടാക്കി ഇതുപോലുള്ള ഒരു സംവിധാനം യാഥാർത്ഥ്യമാകുന്നത്. പിന്നെ വഖഫ് നിയമങ്ങളുടെ പരിഷ്കരണങ്ങളുണ്ടായി. 1970 വഖഫ് സംബന്ധമായ പഠനം നടത്തുവാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ചില പരിഷ്കരണങ്ങൾ വന്നു. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് 1995 പാസ്സാക്കിയിട്ടുള്ള കേന്ദ്ര വഖഫ് നിയമങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തും ആ പ്രദേശത്തേക്ക് വേണ്ടി ഈ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ വഖഫ് റൂൾസ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2 ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റികൾ, അത് ഗുലാം നബി ആസാദിൻ്റെയും
അതുപോലെ കെ റഹ്മാൻ ഖാൻ്റെയും നേതൃത്വത്തിൽ 2 JPC ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള വഖഫുകളെക്കുറിച്ച് പഠനം നടത്തുകയും ആ വഖഫുകൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല നിലയിൽ നടന്നു വരുന്ന വഖഫ് ബോർഡുകളിൽ ഒന്നാണ് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് എന്ന് ആ JPC നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഈ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന വളരെ സുതാര്യമായും വളരെ ജനാധിപത്യപരമായും നടന്നു പോരുന്ന ഈ സംവിധാനം ദുർബലപ്പെടുത്തുകയും ചില വഖഫുകളെങ്കിലും ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് ഈ ബില്ലിലുള്ളത്. ഉദാഹരണത്തിന് എന്താണ് വഖഫ്? വഖഫ് 2 വിധത്തിലുണ്ട്. ഒന്ന് വഖഫ് ബൈ ഡീഡ്, മറ്റൊന്ന് വഖഫ് ബൈ യൂസർ. വഖഫ് ബൈ ഡീഡ് എന്ന് പറയുന്നത് ഒരാൾ എഴുതി വെക്കുക, പ്രമാണമുണ്ടാക്കി വെക്കുക, ആധാരം രജിസ്റ്റർ ചെയ്യുക, എൻ്റെ ഇന്ന ഭൂമി അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ കെട്ടിടം അത് ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു. അതിൽ പറയും എൻ്റെ ജീവിതകാലത്ത് എനിക്കോ എൻ്റെ കാലശേഷം എൻ്റെ അനന്തരാവകാശികൾക്കോ ഈ സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടാവുകയില്ല എന്ന്. ഇതെങ്ങനെ നടത്തണമെന്ന് അതും വഖഫ് ചെയ്ത ആൾ പറഞ്ഞിട്ടുണ്ടാകും. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മക്കളിൽ അല്ലെങ്കിൽ പിൻതലമുറയിൽപ്പെട്ട ഇന്ന ആളുകൾ അത് കൈകാര്യം ചെയ്യണം. മുത്തവല്ലി എന്ന് പറയും. ഇതിൻ്റെ മാനേജ്മെൻറ്റ് അവർക്കായിരിക്കും. ചിലർ എഴുതി വെക്കും ആ പ്രദേശത്തുള്ള ഇന്ന മുസ്ലിം സ്ഥാപനമായിരിക്കും, സംഘടനയായിരിക്കും, മഹല്ല് ജമാഅത്തായിരിക്കും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കേണ്ടത് എന്ന്. ഇതാണ് വഖഫ് ബൈ ഡീഡ് എന്ന് പറയുന്നത്. വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആധാരങ്ങളോ പ്രമാണങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ആളുകളുടെ വീടും കൃഷിസ്ഥലങ്ങളും ഒക്കെ തന്നെയും അവരുപയോഗിച്ചു വരുന്നു എന്നത് മാത്രമാണ് അവർക്കുണ്ടായിരുന്ന ന്യായം. അത്തരം പ്രദേശങ്ങളിലൊക്കെ പിൽക്കാലത്ത് ഗവൺമെൻറ് തന്നെ അവരവിടെ ഇത്ര വർഷമായി താമസിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് പട്ടയം നൽകുന്ന രീതിയുമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നൂറ്റാണ്ടുകളായി ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഒരു ആരാധനാലയം നിർമ്മിച്ച് ആരാധന നടത്തി വരുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും അതിന് ഒരു പ്രമാണമില്ലെങ്കിലും ബൈ യൂസർ എന്ന് പറയുന്ന വിധത്തിൽ അത് അവരുടേതായി പരിഗണിച്ചു പോരുകയാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആരാധനാലയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാ വിഭാഗത്തിനുമുണ്ട്. മുസ്ലിങ്ങൾക്ക് ഒരുപാട് പള്ളികളും മദ്രസകളും ഖബർസ്ഥാനുകളും മറ്റ് സ്ഥാപനങ്ങളും അങ്ങനെയുണ്ട്. പുതിയ നിയമമനുസരിച്ച് ഇതൊക്കെ വഖഫ് ബൈ ഡീഡ് എന്നതിലേക്ക് വരുമ്പോൾ പ്രമാണമില്ലാത്ത ഇത്തരം വഖഫുകളൊക്കെ സർക്കാർ ഭൂമിയായി മാറും എന്ന സൂചനയുമുണ്ട്. മറ്റൊരു വിഷയം, ചിലപ്പോഴെങ്കിലും തർക്കങ്ങളുണ്ടാകും. ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നത്. അങ്ങനെ തർക്കമുണ്ടായാൽ അത് പരിശോധിക്കേണ്ടത് വളരെ ജനാധിപത്യപരമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാന വഖഫ് ബോർഡാണ്. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ നിലവിലുള്ള രീതി അനുസരിച്ച് ബോർഡ് ഉണ്ടാവുന്നത് അതിൽ ഒരു MP ഉണ്ടാകും, 2 MLA ഉണ്ടാകും, ഗവൺമെൻറ് സെക്രട്ടറിമാരിലൊരാളുണ്ടാകും, വഖഫ് ബാർ സംസ്ഥാന ബാർ കൗൺസിലിൽ മെമ്പറായ ഒരാളുണ്ടാകും, 2 മുത്തവല്ലി പ്രതിനിധികളുണ്ടാകും, 2 മുസ്ലിം സ്കോളേഴ്സ് ഉണ്ടാകും, മുസ്ലിം സംഘടനാ പ്രതിനിധികളുണ്ടാകും. ഇതൊക്കെ തന്നെ അതാത് വിഭാഗത്തിലെ മുസ്ലിങ്ങളായ ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നതുമാണ്. അപ്പോൾ ആ ഘടന ആകെ മാറ്റിയിട്ട് വഖഫ് ബോർഡ് കേന്ദ്ര നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെടും. ചെയർമാൻ പോലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ചെയർമാന് വഖഫ് ബോർഡിലുള്ള അംഗങ്ങൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കണമെന്നാണ്. അത് പോയിട്ട് സർക്കാർ നിശ്ചയിച്ച ഒരു ചെയർമാനെ മാറ്റാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും, ഭൂരിപക്ഷം എതിരായാൽ പോലും. അങ്ങനെ ആകുമ്പോൾ ഇത് ജനാധിപത്യത്തിനെതിരാണ്, നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന 15, 16 അതുപോലെ 25, 26, 30 വകുപ്പുകൾക്ക്, അതായത് മതസ്വാതന്ത്ര്യം, മതം അനുഷ്ഠിക്കുവാനുള്ള അവകാശം അതിനും എതിരായി തീരും എന്നത് ഉറപ്പാണ്. അപ്പോൾ ഈ ബില്ല് വരുന്നതോടുകൂടി ഉണ്ടാവാൻ പോകുന്നത് ഇവിടുത്തെ വഖഫിനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടാകും. അതെങ്ങനെ പരിഹരിക്കണം? വഖഫ് ബോർഡ് പഠനം നടത്തി പരിഹരിക്കണം എന്നത് മാറിയിട്ട്
ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. പരാതി വരുന്നതോടുകൂടി അത് സർക്കാരിൻ്റേതായി മാറുകയാണ്. പിന്നെ ജില്ലാ കളക്ടർ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഒരു വിധി പറയുമ്പോഴേക്കും അതിന് പിന്നെ കൈവശാവകാശ നിയമം കടന്നു വരികയാണ്. വഖഫിന് കൈവശാവകാശ നിയമം ബാധകമല്ല എന്ന് പറഞ്ഞാൽ 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം ഒരാളുടെ കയ്യിലായിപ്പോയി ഏതെങ്കിലും നിലക്ക് ഒന്നുകിൽ പിടിച്ചെടുത്തിട്ടോ ഏതെങ്കിലും നിലക്ക് പട്ടയം വാങ്ങിയിട്ടോ അങ്ങനെ ആയിപ്പോയാൽ പോലും വൺസ് എ വഖഫ് ആൾവേസ് വഖഫ് എന്ന നിയമപ്രകാരം അത് വഖഫായി തിരിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ സർക്കാർ കൈവശപ്പെടുത്തിയിട്ടുള്ള വഖഫ് ലാൻഡുകളുണ്ട്, വ്യക്തികളുടെ കയ്യിലുള്ളതുണ്ട്, ആരുടേതുമല്ലാതെ പുറമ്പോക്കായി പോയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കുവാനുള്ള നല്ല ഉദ്ദേശത്തിൽ മുൻ സർക്കാരുകൾ കമ്മീഷനെ നിശ്ചയിച്ച് പഠനം നടത്തി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ള വഖഫ് നിയമങ്ങൾ അതാകെ തകിടം മറിക്കുന്നതായിരിക്കും ഈ പുതിയ ഭേദഗതി എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എതിർക്കുകയാണ്. വേറെയും ഒരുപാട് ഡിഫക്റ്റുകൾ ഈ നിയമത്തിലുണ്ട്. വഖഫിൻ്റെ ഉദ്ദേശം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഏതൊരു ആരാധനാലയവും നടത്തേണ്ടത് അതിൽ വിശ്വാസമുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ നിയമത്തിൽ വഖഫ് നിയമത്തിൽ വഖഫ് ബോർഡ് മെമ്പർമാരായി വരുന്നത് വഖഫ് ബോർഡിൻ്റെ CEO ആവേണ്ടത് മുസ്ലിം ആയിരിക്കണം എന്നാണ്. അത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണല്ലോ. KC വേണുഗോപാൽ MP പാർലമെൻറ്റിൽ അത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ നടത്തേണ്ടത് അതിൽ വിശ്വാസമുള്ളവരാണ്. അതുപോലെ ഹിന്ദു ആരാധനാലയങ്ങൾ നടത്തേണ്ടത് ക്ഷേത്രങ്ങൾ നടത്തേണ്ടത് ക്ഷേത്രാരാധനയിൽ വിശ്വാസമുള്ളവരാണ്. അദ്ദേഹം ചോദിച്ചല്ലോ, വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവരെ ഉൾപ്പെടുത്തുമോ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇന്ത്യയുടെ മതസൗഹാർദ്ദം പോലും തകർക്കുന്ന ബഹുസ്വര സമൂഹത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന വിധത്തിലുള്ള നിയമമാണത് എന്നതും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാ മുസ്ലിം സംഘടനകളും മുസ്ലിം സംഘടനകളുടെ ഒരു ഉപരിസഭ എന്നോണം പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ജംഇയ്യത്തുൽ ഉലമാകളും എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട്, അതുപോലെ ഇവിടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും NDAയിലെ ഘടകകക്ഷികളുമൊക്കെ മുസ്ലിങ്ങളുടെ ഈ ഒരു പവിത്രമായ സംവിധാനം തകർക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനും ചർച്ച ചെയ്യാനും കഴിഞ്ഞ ദിവസം കേരളത്തിലെ സംസ്ഥാന വഖഫ് മന്ത്രിയുടെ മേൽനോട്ടത്തിൽ വഖഫ് ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ശില്പശാല നടത്തിയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അവിടെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അതിൽ വഖഫ് മന്ത്രിയുണ്ട്, അതുപോലെ തന്നെ വഖഫ് ബോർഡ് ചെയർമാനുണ്ട്, ഹജ്ജ് കമ്മിറ്റി ചെയർമാനുണ്ട്, മൈനോറിറ്റി കമ്മീഷൻ ചെയർമാനുണ്ട്, 3 MP-മാരും അതുപോലെ 2-3 MLA-മാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും ആളുകളുണ്ട്. അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ മതപരമായ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നാണ്. അതുകൊണ്ട് ഈ JPCക്ക് നമ്മുടെ പരാതി അറിയിക്കുവാനുള്ള സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ മഹല്ല് ജമാഅത്തുകൾ, നമ്മുടെ സംഘടനകൾ, അതുപോലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്ന വ്യക്തികൾ എല്ലാവരും JPCക്ക് മെയിൽ ചെയ്യണം. എന്നിട്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. സർക്കാർ ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിയുകയും വേണം. എല്ലാം നല്ലതാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.